കണ്ടുമുട്ടുന്നു. അവരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. നമ്മുടെ ഇടവകയിലെ അമ്മമാർ ഇതാ ഇവിടെ അവതരിപ്പിക്കുന്നു ബൈബിളിലെ സ്ത്രീരത്നങ്ങൾ. സാറ, വിശ്വാസികളുടെ പിതാവായ എബ്രഹത്തിന്റെ ഭാര്യയായ സാറ, തന്റെ വാർദ്ധക്യത്തിൽ ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സ്ത്രീരത്നം. മിരിയ, ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് കാനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ സഹോദരന്മാരായ മോശയോടും അഹ്റോനോടുമൊപ്പം നിന്ന ധീരവനിത. ഈജിപ്തുകാരെ ചെങ്കടൽ വിഴുങ്ങിയപ്പോൾ തപ്പുകളെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച പ്രവാചകിയാണ് മിരിയ. ദബോറ, ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത പ്രവാചകിയായ ഏക ന്യായാധിപ. കാനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തൻ്റെ കൂടെ വരണമെന്ന് ബാറക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം നിന്ന് ഉജ്ജ്വല വിജയം നേടി. റൂത്തും നവോമിയും കർത്താവിനോടും തൻ്റെ അമ്മായിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താൽ തൻ്റെ നാടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബി സ്ത്രീയാണ് റൂത്ത്. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന് പറഞ്ഞ് നവോമിയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന റൂത്ത്. ഹന്ന, ഇസ്രായേലിന്റെ ന്യായാധിപനായ ശമൂവേൽ പ്രവാചകന്റെ അമ്മയാണ് ഹന്ന. പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവഭക്തിയും വിശ്വാസവും നിറഞ്ഞ വനിത. അബിഗയിൽ, കാർമലിലെ മഹാധനികനായ നാമാന്റെ ഭാര്യ. ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ട് സന്ദർഭോചിതമായി പ്രവർത്തിച്ച് അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത. എസ്തർ, കൊട്ടാരത്തിലെ സുഖലോലുപതയിലും തന്റെ രാജ്ഞി പദത്തിലും അഹങ്കരിക്കാത്ത അഹസ്വരൂപ് രാജാവിന്റെ പ്രിയ പത്നി. തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന് വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട കുലീനയായ സ്ത്രീ. മറിയം എലിസബത്ത്, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ ജനിക്കാൻ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തിന് സമർപ്പിച്ച മറിയം. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാനെത്തിയ യോഹന്നാന് ജന്മം കൊടുത്ത ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കുറ്റമില്ലാത്തവളുമായ എലിസബത്ത്. ഹന്ന പ്രവാചിക, ആശേർ ഗോത്രത്തിൽ ഹനുവേലിന്റെ മകളായ ഹന്ന പ്രവാചിക വളരെ പ്രായമായിട്ടും ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരോടും യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചവൾ ഹന്ന. മർത്തായും മറിയവും ലാസറിന്റെ സഹോദരിമാർ. യേശുവിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് അവന്റെ മൊഴികൾക്ക് ചെവി കൊടുക്കുകയും സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തവൾ മറിയം. പലവിധ ജോലികളിൽ വ്യാപൃതയും അതിഥി സൽക്കാര പ്രിയയുമായ മർത്ത. ശമരിയക്കാരി സ്ത്രീ, യേശു മിശിഹായാണെന്ന് തിരിച്ചറിഞ്ഞവളും ആ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം മറന്ന് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് എല്ലാവരെയും അറിയിച്ച ശമരിയക്കാരി സ്ത്രീ. വേറോനിക്ക, ഈശോയുടെ പീഡാസഹന വഴികളിൽ ഈശോയെ അനുഗമിച്ച ഭക്തയായ വേറോനിക്ക. ഈശോയെ പട്ടാളക്കാർ യാതൊരു ദയയുമില്ലാതെ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ ദുഃഖം സഹിക്കാനാവാതെ പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ ധൈര്യപൂർവ്വം കടന്നു ചെന്ന് ഈശോയുടെ മുഖം തുടച്ച ധീരവനിത. മഗ്ദലന മറിയം,
യേശുവിനെ അനുഗമിച്ച മഗ്ദലനാക്കാരി മറിയം. യേശു താൻ ഉയർത്തെഴുന്നേറ്റ വാർത്ത ശിഷ്യന്മാരെ അറിയിക്കാൻ ചുമതലപ്പെടുത്തിയ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലികയായി മാറിയ ഭക്തവനിത. ബൈബിളിൽ ഇന്നും ജീവിക്കുന്ന ഈ സ്ത്രീരത്നങ്ങൾ വിധേയത്വത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഭക്തിയുടെയും നേതൃത്വ പാടവത്തിൻ്റെയും ഉത്തമ മാതൃക നമ്മെ കാട്ടിത്തരുന്നു. ദൈവാശ്രയ ബോധത്തോടെ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കത്തിജ്വലിച്ച ഈ സ്ത്രീരത്നങ്ങൾ നമ്മുടെ ജീവിതത്തിലും മാർഗദീപങ്ങളാകട്ടെ. Thank you, Three County Mission, for the visual representation of all the important women in the Bible. Sir, next, നമ്മുടെ കേരളത്തിന്റെ ഒരു ബ്യൂട്ടി